ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ദീപ്തി അർച്ചനയോട് പറയുന്നുണ്ട്, അയാളൊന്നും ഇവിടെ താമസമില്ല, അയാൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഇങ്ങോട്ടേക്ക് വന്നതായിരിക്കും, ഈ നഗരം തന്നെ ഇപ്പൊ വിട്ടു പോയിട്ടുണ്ടാവുമെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, ഉള്ള സമാധാനം കൂടി പോയി, ഇനി അയാളെ എവിടെ പോയി കണ്ടുപിടിക്കുമെന്ന് ചോദിക്കുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, അയാൾ ഈ നഗരത്തിലുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാം, നീ വായു എന്ന് പറഞ്ഞ് അർച്ചനയെയും വിളിച്ചുകൊണ്ട് ദീപ്തി അവിടെ നിന്നും പോവാണ്. ഓഫീസിലിരുന്നു കൊണ്ടും അർച്ചന ആ രക്ഷകനെ കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത്. അയാളെ കുറിച്ചുള്ള ഓരോ ഓർമ്മപ്പെടുത്തലിലും അർച്ചന ആകെ ടെൻഷൻ ആവുന്നുണ്ട്. എന്നെ കണ്ടിട്ടും അയാൾ എന്തിനാണ് എന്നെ അറിയില്ലെന്ന് പറഞ്ഞത്? അയാൾ തന്നെയാണോ? അയാൾക്ക് എന്നെ മനസ്സിലാവാതെ പോയതാണോ? ഇപ്പോ അയാൾക്ക് തെറ്റായ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവോ? ഈ നാട്ടിൽ അയാൾ എന്തിനു വന്നു എന്നൊക്കെ അർച്ചന സ്വയം മനസ്സിൽ ചിന്തിക്കുകയാണ്. അതിനുശേഷം JK ആ ഹോട്ടലിലേക്ക് തന്നെ വരുന്നുണ്ട്. റിസപ്ഷനിൽ പോയി റൂമിന്റെ കീ ചോദിക്കുമ്പോൾ ആ സ്റ്റാഫ് കീ എടുത്തു കൊടുക്കുകയാണ്. JK പറഞ്ഞത് പ്രകാരം ആ സ്റ്റാഫ് മദ്യവും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അതും എടുത്തു കൊടുക്കുകയാണ്. പിന്നീട് ഇതൊന്നും ഇവിടെ നടക്കില്ല സാർ, ഇതെല്ലാം ഇവിടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പണി പോവും. JK സാറിന് എന്റെ അടുത്ത് ഇത്രയും അടുപ്പമുണ്ടായതിൽ എനിക്ക് ഭാഗ്യമുണ്ട്, എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ ആ സ്റ്റാഫ് പറയുന്നുണ്ട്. പിന്നീട് JKന്റെ ബുക്കിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അതിനുശേഷം ആ സ്റ്റാഫ് പറയുന്നുണ്ട്, സാറ് ഒരു വക്കീലിന്റെ കാര്യം ചോദിച്ചില്ലേ, എനിക്കറിയാവുന്ന ഒരു വക്കീലുണ്ട്, ആ വക്കീലിനെ ഞാൻ ഏർപ്പാടാക്കി തരാം, സാർ ഒന്ന് നേരിട്ട് പോയി കണ്ടാൽ മതി, ആ കേസ് ജയിച്ചിരിക്കും എന്നാ സ്റ്റാഫ് പറയുമ്പോ JK ചോദിക്കുന്നുണ്ട്, ആരാണ് ആ ഭാഗ്യവാനായ വക്കീലെന്ന്. അതിനുശേഷം വീണ്ടും അർച്ചനയെ കാണിക്കുകയാണ്. അപ്പോഴും അർച്ചന രക്ഷനെ കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ദീപ്തി വരുന്നത്. ദീപ്തി അർച്ചനയെ കുറെ വിളിക്കുന്നുണ്ടെങ്കിലും അർച്ചന അതൊന്നും കേൾക്കുന്നില്ല. വീണ്ടും ദീപ്തി അർച്ചനയെ വിളിക്കുന്നുണ്ട്. അർച്ചന അപ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ്. ദീപ്തി അപ്പൊ ചോദിക്കുന്നുണ്ട്, അർച്ചനെ നീ എന്താ വീട്ടിലേക്കൊന്നും പോകുന്നില്ലേ, എല്ലാവരും പോയി എന്ന് പറയാണ്. അങ്ങനെ വീണ്ടും അർച്ചനയും ദീപ്തിയും തമ്മിൽ ആ രക്ഷകന്റെ കാര്യം സംസാരിക്കുകയാണ്. ദീപ്തി അർച്ചനയോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ ടെൻഷൻ ആവണ്ട, അയാളുടെ കാര്യം നീ വിട്ടേക്ക്, അയാൾക്ക് നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യണമെങ്കിൽ അതെന്നേ ആവാമായിരുന്നു, ഇതുവരെ അയാളൊന്നും ചെയ്തില്ലല്ലോ, അപ്പൊ പിന്നെ നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഇത് മാത്രമല്ല അയാൾ നിന്നെ ചതിച്ചു എന്നതിന് നിന്റെ കയ്യിൽ ഒരു തെളിവുമില്ല, അതുകൊണ്ട് നിയമപരമായി ഒരാളെ സംശയിക്കുന്നത് നമുക്ക് പറ്റിയ പണിയല്ല, ഈ നാട്ടിൽ നീയുള്ളതുകൊണ്ട് അയാൾക്ക് ഇങ്ങോട്ടേക്ക് വന്നുകൂടാ എന്നില്ലല്ലോ, അയാൾക്ക് നിന്നെ ഓർമ്മ പോലുമില്ല, അതുകൊണ്ട് നീ ആ വിഷയം വിട്ടേക്ക് എന്നൊക്കെ ദീപ്തി പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, അന്ന് തന്നെ ഞാൻ ഈ വിഷയം വിട്ടതാണ്, പിന്നെ എനിക്ക് കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അയാളെ കുറിച്ച് വീണ്ടും സംസാരിച്ചത്, ഇനി ഞാൻ സംസാരിക്കില്ല അയാളെ കുറിച്ച്, ഇവിടെ വെച്ച് നമുക്ക് ഈ സംസാരം നിർത്താമെന്നൊക്കെ അർച്ചന പറയുമ്പോ ദീപ്തിയും ശരിയെന്ന് പറഞ്ഞ് അവര് രണ്ടുപേരും ഓഫീസിൽ നിന്നും പോവാണ്. പിന്നീട് രാത്രിയിൽ അർച്ചന കേസുകളുടെ ഫയലുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വിജയ് ശങ്കർ അർച്ചനയെ വിളിക്കുന്നുണ്ട്. ആദ്യം വിളിക്കുമ്പോൾ അർച്ചന ഫോൺ എടുക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിലും വീണ്ടും വിജയ് ശങ്കർ വിളിക്കുകയാണ്. പിന്നീട് അർച്ചന ഫോൺ എടുത്ത് എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ്. വിജയ് ശങ്കർ അപ്പൊ പറയുന്നുണ്ട്, കോടതി വിധി പ്രകാരം ചിന്നുവിനെ 2 ദിവസം എന്റെ വീട്ടിൽ കൊടുന്ന് താമസിപ്പിക്കണം, അതിനുള്ള അവകാശം എനിക്കുണ്ട്, ആ ദിവസം നാളെയാണ്, ചിന്നുവിനെ നീ ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കണം, അവളെ നീ വിട്ടില്ലെങ്കിൽ ഞാൻ കോടതി അലക്ഷ്യമായി നിന്റെ പേരിൽ ഹർജി സമർപ്പിക്കുമെന്നൊക്കെ വിജയ് ശങ്കർ പറയുമ്പോ അർച്ചന ഇതിനെല്ലാം തക്ക മറുപടി കൊടുക്കുകയാണ്. നിങ്ങൾ എന്നെ നിയമം പറഞ്ഞ് പേടിപ്പിക്കാനൊന്നും നോക്കണ്ട, അങ്ങനെയൊക്കെ പേടിച്ച ഒരു കാലമുണ്ടായിരുന്നു, അത് പണ്ടാണ്, ഇപ്പൊ എനിക്ക് നിങ്ങളെ പേടിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല, അത് മാത്രമല്ല ചിന്നുവിന് 18 വയസ്സിന് മുന്നേയുള്ള കോടതി വിധിയല്ലേ നിങ്ങൾ ഈ പറയുന്നത്, അവൾക്കിപ്പോൾ 18 വയസ്സ് കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ അവളുടെ കാര്യത്തിൽ എനിക്കോ നിങ്ങൾക്കോ ആർക്കും തന്നെ തീരുമാനം പറയാൻ പറ്റില്ല, അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും, പിന്നെ ഈ കാര്യവും പറഞ്ഞ് നിങ്ങൾ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ അവളോട് തന്നെ നേരിട്ട് ചോദിക്കേ, അവളടുത്തൊരു ഫോൺ ഉണ്ടല്ലോ അതിലേക്ക് വിളിക്കേ, ചന്ദ്രകാന്തത്തിൽ വന്ന് താമസിക്കണോ വേണ്ടയോ എന്ന് അവളാണ് തീരുമാനിക്കേണ്ടത്, അവൾക്കതിന് താല്പര്യമില്ലെങ്കിൽ ഇവിടെ വന്ന് ബലം പിടിച്ച് അവളെ കൊണ്ടുപോകാനൊന്നും കഴിയില്ല, എന്തായാലും നിങ്ങൾ അവളുടെ തീരുമാനം നേരിട്ട് തന്നെ ചോദിക്കെന്ന് പറഞ്ഞ് അർച്ചന ഫോൺ കോൾ കട്ട് ചെയ്യാണ്. ഇതെല്ലാം കേട്ട് വിജയ് ശങ്കറിനാണെങ്കിൽ ആകെ ദേഷ്യം വന്നിരിക്കുകയാണ്. അതിനുശേഷം അർച്ചനയുടെ റൂമിലേക്ക് ചിന്നു വരുന്നുണ്ട്. അർച്ചന എന്നിട്ട് ചിന്നുവിനോട് പറയുന്നുണ്ട്, നിന്റെ അച്ഛന്റെ കോൾ നിനക്ക് വരും, നിനക്ക് നിന്റെ അച്ഛന്റെ കൂടെ വേണമെങ്കിൽ പോയി താമസിക്കാം, ഞാനും അതിന് ഒരു എതിരും പറയില്ല, ആരുടെ ജീവിതത്തിലും ഞാനൊരു എതിരും പറയാൻ വരില്ല, അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്നൊക്കെ അർച്ചന പറയുമ്പോ ചിന്നു പറയുന്നുണ്ട്, അച്ഛൻ എന്നെ വിളിച്ചിരുന്നു, ഞാൻ തന്നെയാണ് അച്ഛനോട് പറഞ്ഞത് അമ്മയെ വിളിച്ച് സംസാരിക്കാൻ,
അച്ഛൻ എന്തായാലും 2 ദിവസം ചന്ദ്രകാന്തത്തിൽ വന്ന് താമസിക്കാനാണ് പറഞ്ഞത് എന്ന് ചിന്നു പറയുമ്പോ അർച്ചന ചോദിക്കുന്നുണ്ട്, എന്നിട്ട് നീ എന്താണ് തീരുമാനിച്ചത്, നാളെ ചന്ദ്രകാന്തത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ചിന്നു അപ്പോൾ അർച്ചനയെ എതിർത്തുകൊണ്ട് മുഖത്തടിച്ചതുപോലെ പറയുന്നുണ്ട്, അത് എന്റെ അച്ഛനല്ലേ അമ്മയെ വിളിച്ചത്, എനിക്ക് അച്ഛന്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ചിന്നു അവിടെ നിന്നും പോവുകയാണ്. ചിന്നു പറഞ്ഞതെല്ലാം കേട്ട് അർച്ചനയ്ക്കാണെങ്കിൽ ആകെ സങ്കടാവുന്നുണ്ട്. പിറ്റേ ദിവസം ചിന്നു ചന്ദ്രകാന്തത്തിലേക്ക് വരികയാണ്. ചിന്നു വന്നതും ആദ്യം കാണുന്നത് ആര്യയാണ്. ആര്യയെ കാണുന്നതും ചിന്നു ചിരിക്കുന്നുണ്ടെങ്കിലും ആര്യ വളരെ ദേഷ്യത്തോടെ ചിന്നുവിനെ നോക്കുകയാണ്. ചിന്നു പിന്നീട് ആര്യയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ആര്യ ഇന്ന് സ്കൂളിൽ പോയില്ലേ എന്ന് ചോദിക്കുമ്പോ ആര്യ തിരിച്ചു ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്, നിന്നെ ഇങ്ങോട്ടേക്ക് ആരെങ്കിലും വിളിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പോ ചിന്നു പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്ന്. ഇപ്പൊ ചോദിക്കുന്നുണ്ട്, എന്റെ അച്ഛനെ നീ എന്തിനാണ് കാണുന്നത്, ജയശങ്കർ വക്കീലിനെ കണ്ട് എന്തെങ്കിലും കേസിന്റെ കാര്യം സംസാരിക്കാനുണ്ടോ, അതിന്റെ ആവശ്യം എന്തായാലും നിനക്കുണ്ടാവില്ല, കാരണം നിന്റെ അമ്മ നല്ലൊരു വക്കീലാണെന്നാണ് പറഞ്ഞു കേട്ടത് എന്ന് ആര്യ പറയുമ്പോ പരിഹസിച്ചുകൊണ്ട് ചിന്നു പറയുന്നുണ്ട്, എന്റെ അമ്മ നല്ലൊരു വക്കീലാണെന്ന് നീ കേട്ടല്ലോ, അതിൽ വലിയ സന്തോഷമുണ്ട്. എന്തായാലും ഇപ്പൊ എനിക്ക് വിജയശങ്കർ വക്കീലിനെ ഒന്ന് കാണാവോ എന്ന് ചോദിക്കുമ്പോ ആര്യ പറയുന്നുണ്ട്, അച്ഛനെ ഇപ്പോൾ കാണാൻ പറ്റില്ല, കാണാൻ സൗകര്യം ഒക്കുമ്പോൾ ഞാൻ വിളിച്ചു പറയാം, അപ്പൊ വന്നാ മതി എന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വിജയശങ്കർ വരുന്നുണ്ട്. ആര്യോട് എന്നിട്ട് വിജയശങ്കർ ദേഷ്യപ്പെടുകയാണ്. പിന്നീട് ചിന്നുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിജയശങ്കർ ആര്യോട് പറയുന്നുണ്ട്, വീട്ടിൽ വരുന്ന ഒരാളോട് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്, ഇത് നിന്റെ സ്വന്തം ചേച്ചിയല്ലേ, ചേച്ചിയോട് ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലെന്ന് നിനക്കറിയില്ലേ, മര്യാദയ്ക്ക് നീ ഇപ്പോ അകത്തേക്ക് കയറിപ്പോ എന്ന് പറഞ്ഞ് വിജയശങ്കർ ദേഷ്യത്തോടെ പറയുമ്പോ ആര്യ ഇതെല്ലാം കേട്ട് സങ്കടത്തോടെ അകത്തേക്ക് പോവുകയാണ്. അതിനുശേഷം ചിന്നുവിനോട് വിജയശങ്കർ പറയുന്നുണ്ട്, മോള് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, നീ എന്തായാലും അച്ഛന്റെ അടുത്തേക്ക് വന്നല്ലോ, അച്ഛന് സന്തോഷമായി എന്ന് പറയുമ്പോ ചിന്നു പറയുന്നുണ്ട്, ഞാൻ വന്നത് ആര്യക്ക് ഇഷ്ടായില്ലെന്ന് തോന്നുന്നു, ഞാൻ തിരിച്ചു പോയിക്കോട്ടെ അച്ഛ എന്ന് ചോദിക്കുമ്പോ വിജയശങ്കർ പറയുന്നുണ്ട്, നീ വാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ചിന്നുവിനെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ചിന്നു അകത്തേക്ക് പോകുന്നതും ചന്ദ്ര വരുന്നുണ്ട്. ചന്ദ്രയ്ക്കാണെങ്കിൽ ചിന്നുവിനെ കാണുന്നതും ആകെ ദേഷ്യം വരുന്നുണ്ട്. അതിനുശേഷം ചിന്നുവിനോട് വളരെ രമ്യമായി സ്നേഹത്തോടെ ചന്ദ്ര സംസാരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് ചിന്നു ആണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ചെറിയമ്മ ഇപ്പൊ പഴയതുപോലെയല്ലോ, എന്താണ് പെട്ടെന്നൊരു മാറ്റം എന്ന് അങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ്. വീണ്ടും വിജയശങ്കറും ചന്ദ്രയും ചിന്നുവിനോട് സ്നേഹത്തോടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ആര്യ ആണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവർക്കൊക്കെ ഇത് എന്താണ് പറ്റിയത്, ഇപ്പോൾ എന്താണ് പെട്ടെന്ന് ചിന്നുവിനോട് ഒരു സ്നേഹം എന്നൊക്കെ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ചിന്നുവിനോട് സംസാരിച്ചു നിൽക്കുന്നത് നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം വിജയശങ്കർ ചന്ദ്രയോട് പറയുന്നുണ്ട്, ചന്ദ്രേ ഇവൾ വന്നത് എന്തിനാണെന്ന് നിനക്കറിയോ, 18 തികയും വരെ ഇവളുടെ അമ്മയ്ക്കായിരുന്നല്ലോ ഇവളിൽ അധികാരം, ഇപ്പോ അത് പറ്റില്ലല്ലോ, അമ്മ പറയുന്നിടത്തല്ല എന്റെ മോള് നിൽക്കുന്നതെന്ന് ഇപ്പൊ എന്തായാലും അർച്ചനയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും. അല്ല മോളെ എന്ന് വിജയശങ്കർ ചോദിക്കുമ്പോ ചിന്നു പറയുന്നുണ്ട്, അതെ അച്ഛ, അമ്മയുടെ അറിവോടുകൂടിയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്, അമ്മയാണ് എന്നിവിടെ ഡ്രോപ്പ് ചെയ്തത്, അറിയാതെ ഞാനൊന്നും ചെയ്യില്ല, കാരണം അമ്മ എന്നെ അത്രയും കഷ്ടപ്പെട്ടാണ് വളർത്തിയത് എന്നെല്ലാം ചിന്നു പറയുമ്പോ വിജയശങ്കറിനും ചന്ദ്രയ്ക്കും ദേഷ്യം വരികയാണ്. എന്നാൽ വിജയശങ്കർ അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ചന്ദ്രയോട് പറയുന്നുണ്ട്, ചിന്നു പറഞ്ഞതെല്ലാം ശരിയല്ലേ, ഇതിന് ഞാൻ എതിർപ്പൊന്നും പറയുന്നില്ല, പക്ഷേ 2 ദിവസം ചിന്നു ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നതല്ലേ, അതുകൊണ്ട് ചിന്നുവിന്റെ സന്തോഷത്തിനായി നമുക്ക് ഒരു ട്രിപ്പ് പോയാലോ, ചിന്നു പറയുന്നിടത്ത് അവളുടെ സന്തോഷത്തിനായി നമുക്ക് 2 ദിവസം അടിച്ചു പൊളിച്ചിട്ട് വരാമെന്നൊക്കെ ചന്ദ്രയോട് പറയാണ്. എന്നാൽ ഇതൊന്നും ചന്ദ്രയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടാവുന്നില്ല. ആര്യയും ഇതെല്ലാം കാണുന്നുണ്ട്, ആര്യയ്ക്കും ഇതൊന്നും ഇഷ്ടാവുന്നില്ല. അങ്ങോട്ടാണ് പോവേണ്ടതെന്ന് മോള് പ്ലാൻ ചെയ്യുന്നൊക്കെ വിജയശങ്കർ പറയുമ്പോ ചിന്നു പറയുന്നുണ്ട്, സോറി അച്ഛ, അച്ഛന്റെ ഈ സ്നേഹത്തിന് നന്ദിയുണ്ട്, പക്ഷേ എന്നോട് ദേഷ്യം തോന്നരുത്, ഇങ്ങനൊരു ട്രിപ്പ് പോവാൻ എനിക്ക് താല്പര്യമില്ല, വേറെ ഒന്നും കൊണ്ടല്ല, അച്ഛനും അമ്മയും ഒരുമിച്ചുള്ള യാത്രയാണ് എനിക്കിഷ്ടം, എന്റെ അമ്മയെ ഒഴിവാക്കിക്കൊണ്ട് ഒരിടത്തേക്കും പോവാൻ എനിക്ക് സാധിക്കില്ല, അച്ഛന്റെ കൂടെ ട്രിപ്പ് പോകുന്നത് നടക്കാത്ത കാര്യമാണ്, അച്ഛൻ വിളിച്ചാൽ ഇങ്ങോട്ടേക്ക് വരാതിരിക്കാനാവില്ലല്ലോ, അച്ഛനോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, അല്ലാതെ ഇവിടെ 2 ദിവസം താമസിക്കാൻ ഉദ്ദേശിച്ചിട്ടല്ല, അച്ഛൻ വിളിച്ചിട്ട് ഞാൻ വന്നു കണ്ടു, എനിക്ക് സന്തോഷമായി, ഇനി ഞാൻ പോവട്ടെ അച്ഛ എന്ന് പറഞ്ഞ് വിജയശങ്കറിന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് ചിന്നു ശരിയെന്ന് പറഞ്ഞു പോവുകയാണ്. ചിന്നു പോയതിനു ശേഷം ആര്യയും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ചന്ദ്രയാണെങ്കിൽ വിജയശങ്കറിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ സ്നേഹം അഭിനയിച്ചതെല്ലാം വെറുതെ ആയല്ലോ വിജയേട്ട എന്ന് ചോദിക്കുമ്പോ ആര്യ പറയുന്നുണ്ട്, ട്രിപ്പ് പോകുന്ന കാര്യം അച്ഛൻ അവളോട് പറഞ്ഞു, എന്നോട് പറയാൻ തോന്നിയില്ലല്ലോ, അവൾ സമ്മതിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ട്രിപ്പിന് നിങ്ങളുടെ കൂടെ വരില്ലായിരുന്നു, എനിക്കിഷ്ടമല്ല അവളുടെ കൂടെ വരുന്നത്, അത് മാത്രമല്ല എനിക്കൊരു കാര്യം അറിയണം, നിങ്ങൾക്ക് 2 പേർക്കും എന്താണ് ഇപ്പോൾ അവളോട് ഇത്രയ്ക്ക് ഇഷ്ടം എന്ന് ആര്യ ചോദിക്കുമ്പോ വിജയശങ്കർ പറയുന്നുണ്ട്, മോളെ നീ തെറ്റിദ്ധരിക്കണ്ട, അച്ഛന് ചിന്നുവിനോട് സ്നേഹമുണ്ടായിട്ടല്ല ഇങ്ങനെയെല്ലാം പെരുമാറുന്നത് എന്ന് വിജയശങ്കർ പറയാണ്. ഇത് കേട്ട് ചന്ദ്രയും ആര്യയും വിജയശങ്കറിനെ തന്നെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.